ഉപാസനയുടെ റൂബി ജൂബിലി ആഘോഷവും സാംസ്കാരിക സമ്മേളനത്തിൻ്റെയും ഏറെ ബഹുമാന്യനായ അധ്യക്ഷൻ റവറൻ ഫാദർ മാത്യു മഞ്ഞക്കുന്നേൽ, സ്വാഗതം ആശംസ ഫാദർ പ്രിൻസ്, ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാൻ അധികം വൈകാതെ ഇവിടെ എത്തിച്ചേരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന മുൻ മന്ത്രിയും തൊടുപുഴയുടെ MLA യുമായ PJ ജോസഫ് സാർ, ഈ ചടങ്ങിലേക്ക് 100 കിലോമീറ്ററിലേറെ സഞ്ചരിച്ച് എന്നെ എത്താൻ പ്രേരിപ്പിച്ച എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തും മനുഷ്യസ്നേഹിയുമായ സാബ് സാറ്, വേദിയിലും സദസ്സിലുമുള്ള മറ്റ് പ്രിയപ്പെട്ട വൈദിക ശ്രേഷ്ഠർ, കന്യാസ്ത്രീകൾ, ഗുരുക്കന്മാർ, മാതാപിതാക്കൾ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, കുട്ടികളെ, സ്വാഗത പ്രസംഗത്തിൽ അച്ഛൻ സൂചിപ്പിച്ചത് ഉപാസന എന്ന വാക്കിനർത്ഥം അടുത്തിരിക്കുക എന്നാണ്. അകറ്റി നിർത്താനും അകറ്റിയിരുത്താനും ബോധപൂർവമായ പരിശ്രമം ലോകത്ത് എല്ലായിടത്തും നടക്കുന്നതിനിടയിൽ അടുത്തിരുത്താനുള്ള പരിശ്രമം നടക്കണമെങ്കിൽ അതിന് മുന്നിൽ നിന്ന് നയിക്കേണ്ടത് സാംസ്കാരിക സംഘടനകളും സംസ്കാരവുമായിരിക്കണമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. നമുക്ക് ഇപ്പോഴത്തെ ലോകം ആൽഫ കിഡ്സുകളുടേതാണ്. ആൽഫ കിഡ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ കൂടുതൽ അതിലേക്ക് വിവരിക്കുന്നില്ല. സിമ്പതിയും എമ്പതിയും സെൻറ്റിമെൻറ്റ്സ് ഒന്നുമില്ലാതെ എല്ലാം യാന്ത്രികമായി ഒരു ഓൺലൈൻ ലൈഫ്, ഫോണും മൊബൈലും ഒക്കെയായി കമ്പ്യൂട്ടറിൻ്റെ മുന്നിൽ ചിലവഴിക്കുന്ന കുട്ടികളുടെ കണ്ണീര് എന്താണെന്ന് തിരിച്ചറിയാതെ, വേദന എന്താണെന്ന് തിരിച്ചറിയാത്ത കുട്ടികളുടെ ഒരു ലോകത്താണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ സംസ്കാരം, മഹത്വം എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെ മനസ്സിലാക്കപ്പെടും എന്നുണ്ട്. നമുക്ക് കുറച്ചുകൂടി നല്ല മനുഷ്യരാകാൻ, നമുക്ക് കുറച്ചുകൂടി നല്ല ഭാഷ സംസാരിക്കാൻ, നമുക്ക് കുറച്ചുകൂടി ആളുകളെ ചേർത്ത് പിടിക്കാൻ, നമുക്ക് കുറച്ചുകൂടി ആളുകളെ ഒപ്പം ഇണങ്ങിച്ചേർന്ന് ജീവിക്കാൻ കഴിയണമെങ്കിൽ തീർച്ചയായും സംസ്കാരം ഉണ്ടാവും. ഏത് സാഹചര്യത്തിലും മാന്യമായി പെരുമാറാൻ കഴിയുക, മാന്യമായി വർത്തമാനം പറയാൻ കഴിയുന്നത് സംസ്കാരമുള്ളവനാണ്. ഫ്രഞ്ച് വിപ്ലവം നടക്കുന്നതിനിടയിൽ വിചാരണ കോടതി ലൂയി 16 തൂക്കിക്കൊന്നതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഭാര്യ മേരി ആൻറ്റോനൈറ്റിനെ തൂക്കിക്കൊല്ലാൻ വേണ്ടി കൊണ്ടുപോകുമ്പോൾ ആ വാഹനത്തിൽ അവർ അല്പം പോലും കൂസാതെ തലയെടുപ്പോടുകൂടി പതറാതെ ഇരുന്ന് ആ വാഹനത്തിൽ പോവുകയാണ്. മരണത്തിലേക്കാണ് തന്നെ കൂട്ടിക്കൊണ്ടുപോകുന്നതെന്ന് അവർക്കറിയാം. പക്ഷെ അവർ പതറിയിട്ടില്ല. വണ്ടിയിൽ നിന്ന് തൂക്കുമരത്തിൻ്റെ ചുവട്ടിലേക്ക് ഇറക്കുമ്പോൾ തൂക്കിക്കൊല്ലാൻ കാത്തു നിൽക്കുന്ന ആളിൻ്റെ കാലിൽ അറിയാതെ മേരി ഒന്ന് ചവിട്ടി പോകുന്നുണ്ട്. തൊട്ടടുത്ത നിമിഷം മരണമാണ്. ആ സ്ത്രീ തിരിഞ്ഞു നിന്ന് തന്നെ കൊല്ലാൻ പോകുന്നവനോട് പറയുന്നൊരു കാര്യമുണ്ട്: സോറി, ഞാൻ അറിയാതെ ചവിട്ടിപ്പോയതാണ്. അതാണ് സംസ്കാരം, അതാണ് മാന്യത. അങ്ങനെ പെരുമാറാൻ നമുക്ക് കഴിയുമോ എന്നുള്ളൊരു ചോദ്യം സ്വയം ചോദിക്കേണ്ടതുണ്ട്. മറ്റെന്ത് സംഘടനകളും ഉണ്ടായിക്കോട്ടെ, നമ്മൾ ഇന്ന് കാണുന്ന ലോകത്തിൻ്റെ വളർച്ചയിൽ ഒരുപക്ഷെ എനിക്ക് നിങ്ങളുടെ അഭിപ്രായത്തിൽ ലോകം കണ്ട ഏറ്റവും വലിയ പ്രഭാഷകൻ എബ്രഹാം ലിങ്കണൊക്കെ ആയിരിക്കും. പക്ഷേ ഞാനൊരു രാഷ്ട്രീയ മത പ്രഭാഷകനെ ഒന്നുമല്ല. എനിക്ക് ഏറ്റവും എക്കാലത്തും ഇഷ്ടമുണ്ടായിരുന്ന ആൾ മാർട്ടിൻ ലൂതർ കിങ് ആയിരുന്നു. അപ്പോൾ സാംസ്കാരിക പ്രവർത്തകർ അല്ലെങ്കിൽ സംസ്കാരം എന്നുള്ളത് പലപ്പോഴും നമ്മുടെ സമൂഹത്തെ കുറെ കൂടി ശുദ്ധീകരിക്കുന്ന, സ്നേഹസമ്പന്നമാക്കുന്നതാണ്, മാന്യമായി പെരുമാറാൻ കഴിയുന്നതാണ്. ഇവിടെ ഞാൻ മേരിയുടെ ഒരു സംഭവം പറഞ്ഞു. സാഹിത്യത്തിന് നോബൽ സമ്മാനം കിട്ടിയ അൾജീരിയൻ വംശജനും ഫ്രഞ്ചുകാരനുമായി തീർന്ന, ഫ്രഞ്ച് പൗരനുമായി തീർന്ന ആൽബർട്ട് കാമുവിൻ്റെ സുപ്രസിദ്ധമായ കൃതി പ്ലേഗാണ്. അതിനോട് ചേർത്ത് വയ്ക്കാവുന്ന മറ്റു കൃതിയാണ് പതനം, ദ ഫോൾ എന്ന ബുക്ക്. ആ ബുക്കിലെ 2 കാര്യങ്ങൾ, സംസ്കാരമില്ലാത്തതിൻ്റെ ഒരു കാര്യം ഞാൻ ചൂണ്ടിക്കാണിക്കുന്നു. യുദ്ധം നടക്കുന്ന തൻ്റെ രാജ്യത്തൊരമ്മ
തൻ്റെ ഇരട്ട കുട്ടികളായ 20 വയസ്സുള്ള ചെറുപ്പക്കാരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഭയന്ന് ഒരു തെരുവിലൂടെ വഴിയിലൂടെ നടക്കുമ്പോൾ പട്ടാളം മുന്നിൽ വന്നിട്ട് വളരെ വിനയത്തോടുകൂടി അതിലെ മേജർ ആ സ്ത്രീയോട് ചോദിക്കുകയാണ്, പ്രിയപ്പെട്ടവളെ, ഇതിൽ ഏത് കുട്ടിയാണ് നിനക്ക് വേണ്ടത്? ഇതിലാരെയാണ് ഞങ്ങൾ വെടിവെച്ച് കൊല്ലേണ്ടത്? ഒരമ്മയോട് ചോദിക്കുകയാണ്. എന്തു മറുപടിയാണ് പറയേണ്ടതെന്നറിയാതെ കുഴങ്ങുന്ന അവരുടെ മുന്നിൽ അല്പനേരം നിന്നതിന് ശേഷം അതിലൊരു കുട്ടിയെ ബലമായി പിടിച്ച് അടുത്ത റോഡിന്റെ വളവിലേക്ക് കൊണ്ടുപോകുന്നത് കാണാം. പിന്നെ കേൾക്കുന്നത് വെടിയൊച്ചയും നിലവിളിയുമാണ്. ഇത് ഞാൻ ആദ്യം പറഞ്ഞ മേരി എന്ന് പറയുന്ന സ്ത്രീ സൃഷ്ടിച്ച സാംസ്കാരിക പരിസരത്ത് നിന്ന് എത്രയോ വിഭിന്നമാണ്. അതേ ഗതിയിൽ തന്നെ മറ്റൊരു കാര്യം പറയുന്നുണ്ട്. ഈ ലോകത്തെ വെറുക്കാത്ത തൻ്റെ എല്ലാ അധ്വാനം കൊണ്ട് നേടിയ ഒരു കൊച്ചു വീടും അതിൻ്റെ ഉദ്യാനവും എല്ലാ സൗകര്യങ്ങളോടും കഴിയുന്ന ഒരു സാധു മനുഷ്യൻ ആ പൂന്തോട്ടത്തിൻ്റെ മുന്നിൽ ഒരു ബോർഡ് എഴുതി വയ്ക്കുകയാണ്. ഈ പൂന്തോട്ടവും വീടും ഈ വീട്ടിലുള്ള വീഞ്ഞും അപ്പവും എല്ലാം കിടക്കകളെല്ലാം നിങ്ങളുടേതാണ്. നിങ്ങൾ ആരുമായിക്കൊള്ളട്ടെ, എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിലേക്ക് വരാം, ഇവിടെയുള്ളതെല്ലാം യഥേഷ്ടം അനുഭവിക്കാം എന്ന ബോർഡും വെച്ച് ആ വീട്ടിൽ താമസിക്കുന്നവരാണ്. അവിടെയും യുദ്ധം നടക്കുന്ന രാജ്യമാണ്. അവിടെയും കയറി വരുന്നത് സൈനികരാണ്. അവർ ഒരാഴ്ചയോളം അവിടെ സുഖലോലുപതയിൽ കഴിഞ്ഞതിന് ശേഷം പൂക്കളെയും പറിച്ചു കളഞ്ഞ് പൂന്തോട്ടവും നശിപ്പിച്ച് ഇറങ്ങിപ്പോകുമ്പോൾ ആ വീട്ടുടമസ്ഥന്റെ വയറ് കുത്തിക്കീറി കുടൽമാല പുറത്തിട്ടിട്ട് പോകുന്നു. അതും ഞാൻ പറഞ്ഞ അതേ പുസ്തകത്തിലാണ്. ഞാൻ ആദ്യം പറഞ്ഞത് ഈ രണ്ട് സംഭവങ്ങൾ തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ നോക്കി. നമുക്ക് സംസ്കാര സമ്പന്നമായ ഒരു വ്യവസ്ഥിതിക്ക് അത്തരത്തിൽ പെരുമാറാൻ കഴിയില്ല. അധികാരം പലപ്പോഴും നിലനിർത്താനുള്ള ബോധപൂർവമായ പരിശ്രമം നടത്തുമ്പോൾ സംസ്കാരത്തെ ഒരു പെട്ടിയിലടച്ചു വെക്കുകയാണ് പതിവ്. സംസ്കാരം നമുക്ക് പലപ്പോഴും വേണ്ടാത്തതാണെന്ന് തോന്നിയേക്കാം. പക്ഷേ സംസ്കാരത്തിനും കലയ്ക്കും സാഹിത്യത്തിനും സംസ്കാരത്തിനും മാത്രമേ ഒരു സമൂഹത്തെ മുന്നോട്ട് അനന്തമായി നയിക്കാൻ കഴിയുള്ളൂ. ബാക്കിയൊന്നും ശാശ്വതമാണെന്ന് പറയാൻ കഴിയില്ല. സംസ്കാര സമ്പന്നനായ മനുഷ്യന്റെ വാക്ക്, അവന്റെ പെരുമാറ്റം, അവന്റെ നോട്ടം, അതിൽ പോലും കനിവുണ്ട്, ചേർത്ത് പിടിക്കലുണ്ട്. നിങ്ങൾക്കറിയുമോ, എൻ്റെ രാജ്യം മഴവില്ലുകളുടെ രാജ്യമാണ്, എൻ്റെ രാജ്യം ഇന്ത്യ എൻ്റെ രണ്ടാമത്തെ രാജ്യമാണെന്ന് പറഞ്ഞ കറുത്തവർഗക്കാരനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് നെൽസൺ മണ്ടേല എന്നാണ്. അദ്ദേഹം സൗത്ത് ആഫ്രിക്കയുടെ പ്രധാനമന്ത്രിയായിരിക്കുന്ന അവസരത്തിൽ ഒരു വൈകുന്നേരം ഒരു കഫേയിലേക്ക് കോഫി കുടിക്കാൻ വേണ്ടി ചെന്നിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ അല്പമകലെയായി നന്നായി പ്രായം ചെന്നൊരു മനുഷ്യനിരിപ്പുണ്ട്. അയാള് മണ്ടേലയെ കണ്ടപ്പോൾ കുനിഞ്ഞ് താഴേക്ക് നോക്കിയിരിക്കുകയാണ്. അയാളുടെ കൈകളൊക്കെ വിറയ്ക്കുന്നുണ്ട്. മണ്ടേല അത്തരം കാര്യങ്ങളിലൊന്നും യാതൊരു സങ്കോചവും കാണിക്കാതെ ആ മനുഷ്യനെ അടുത്തേക്ക് വിളിച്ചു. അയാൾക്ക് ബുദ്ധിമുട്ട് തോന്നി. വീണ്ടും വിളിച്ചു, വന്നു, അടുത്തിരുന്നു. ഇരിക്കാൻ പറഞ്ഞ് 2-3 തവണ പറഞ്ഞതിന് ശേഷമാണ് ആ മനുഷ്യൻ ഇരുന്നത്. ഇരുന്ന് കഴിഞ്ഞപ്പോൾ കോഫി കൊടുത്തു. കുടിക്കാനെടുത്തിട്ട് കൈ വിറയ്ക്കുന്നത് കൊണ്ട് അയാൾക്ക് കുടിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ എങ്കിലും അയാൾ കുടിച്ചു. പൊയ്ക്കോട്ടെ സാർ എന്ന് ചോദിച്ച് എഴുന്നേറ്റ് പോയി. അപ്പോൾ മണ്ടേലയുടെ സെക്രട്ടറി ചോദിച്ചു, ആരാണ് അയാൾ, എന്തിനാണ് അയാൾക്ക് കോഫി വാങ്ങിക്കൊടുത്തത്, അദ്ദേഹം എന്തിനാണ് ഭയപ്പെട്ടത്? അപ്പോൾ മണ്ടേല പറഞ്ഞൊരു ഉത്തരമുണ്ട്, ഞാൻ ജയിലിൽ കിടന്നപ്പോൾ എന്നെ ഏറ്റവും മൃഗീയമായി ശിക്ഷിച്ച, അടിച്ച മനുഷ്യൻ ഇയാളൊരു പോലീസുകാരനായിരുന്നു. നമ്മളെ വല്ലാതെ ദ്രോഹിച്ച, ഒരു നിമിഷം നമ്മുടെ പ്രാണൻ അറ്റുപോകുമെന്ന തോന്നലിലേക്ക് പോലും നമ്മളെ കൊണ്ടെത്തിക്കുന്ന തരത്തിൽ മൃഗീയമായി പീഡിപ്പിക്കുന്ന ഒരാളിനോട് പോലും ക്ഷമിക്കാൻ കഴിയുന്ന മണ്ടേലയുടെ ഉള്ളിൽ അപ്പോഴുണ്ടായിരുന്നത് സാക്ഷാൽ ക്രിസ്തുവാണ്. അത് സംസ്കാരമാണ്. അത്തരത്തിൽ നമുക്ക് ചിന്തിക്കാൻ കഴിയണം. അത് തന്നെയാണ് ബഷീർ പറഞ്ഞത്. ഒരിക്കൽ MD വാസുദേവൻ നായർ തന്റെ വീട്ടിലേക്ക്, ബഷീറിന്റെ വീട്ടിലേക്ക്, തലയോലപ്പറമ്പിലുള്ള വീട്ടിലേക്ക് ചെന്ന് കയറുമ്പോൾ മകളെ ഓടിച്ചിട്ട് വെട്ടാൻ ചെല്ലുകയാണ് ബഷീർ. എന്തിനാണ് മകളെ വെട്ടാൻ ചെല്ലുന്നതെന്ന് ചോദിച്ചപ്പോൾ മകള് പറഞ്ഞ കഥയാണ് രസകരമായി തോന്നിയത്. വീടിന്റെ മുറ്റത്ത് വിരിഞ്ഞു നിൽക്കുന്ന പൂക്കളിൽ കയറി ആ പൂക്കളെ കാർന്നു നിന്ന പുഴുക്കളെ എടുത്തു കളഞ്ഞതിന് നിന്നോട് ആര് പറഞ്ഞതിനെ എടുത്തു കളയാൻ? ആ പുഴുക്കൾക്ക് കൂടി ഉള്ളതല്ലേ ഈ പൂക്കൾ എന്ന് ചോദിച്ച ബഷീർ. അങ്ങനെ മനുഷ്യനെ മാത്രമല്ല സകല ജീവികളോടും സ്നേഹവായ്പോടുകൂടി പെരുമാറാൻ നമുക്ക് കഴിയുമ്പോഴാണ് നമ്മൾ സംസ്കാര സമ്പന്നരാകുന്നത്. അതിന് മത സംഘടനകളോ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോ മാത്രം പോരാ. നമ്മുടെ സമൂഹത്തിൽ സാംസ്കാരിക സംഘടനകൾ ഉണ്ടാവണം. ഈ കേരളത്തിന്റെ വളർച്ചയിൽ സാംസ്കാരിക സംഘടനകൾക്കും കലാസംഘടനകൾക്കുമുള്ള പങ്ക് വളരെ വലുതാണ്. ഒരു കാലത്ത് കേരളത്തിന്റെ എല്ലാ കുഗ്രാമങ്ങളിലും വായനശാലകൾ ഉണ്ടായിരുന്നു. ആ വായനശാലകളിൽ നിന്ന് പുസ്തകം എടുത്തുകൊണ്ട് വായിക്കുന്നവരും പുസ്തകം തിരിച്ചു കൊണ്ടുവയ്ക്കാൻ പോകുന്നവരുടെ കാഴ്ച തന്നെ 70കളിലെ സിനിമകളിൽ എത്രയോ സമ്പന്നമായിരുന്നു. ഇന്ന് അതൊന്നുമില്ല. ഇന്ന് 70കളിലെ സിനിമകളിൽ പുസ്തകം കൊണ്ട് നടക്കുന്ന കുട്ടികൾ അന്നുണ്ടായിരുന്നെങ്കിൽ ഇന്നത്തെ സിനിമകളിൽ മതിലിലും വീട്ടിലും ഇരുന്ന്, ബെഡ്റൂമിലിരുന്ന്, ഫോണിൽ 2 കൈ കൊണ്ടും ടൈപ്പ് റൈറ്റർ മെഷീനിൽ പ്രിന്റ് ചെയ്യുന്ന വേഗത്തിൽ ടൈപ്പ് ചെയ്യുന്ന കുട്ടികളെയാണ്, ആൽഫ കിഡ്സുകളെയാണ് നമ്മൾ കാണുന്നത്. ഇവിടെയാണ് നമ്മൾ സാംസ്കാരിക സംഘടനയുടെ മാറ്റം നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. പ്രാർത്ഥന, ഉപാസനയും ഒരു പ്രാർത്ഥനയാണ്.
പ്രാർത്ഥനയെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ പറയുന്ന സാംസ്കാരിക പ്രവർത്തനം ഒരു പ്രാർത്ഥനയാണ്. സംസ്കാരം തന്നെ ഒരു പ്രാർത്ഥനയാണ്. ലോകത്തിലെ വിചിത്രമായ 2 പ്രാർത്ഥനകൾ കേട്ട് ഞാൻ ഞെട്ടിപ്പോയിട്ടുണ്ട് ഒരിക്കലും. നിങ്ങൾക്കറിയാം, ഓപ്പൺഹൈമർ എന്ന് പറയുന്ന OP എന്ന് വിശേഷിപ്പിക്കുന്ന മനുഷ്യൻ, ആറ്റം ബോംബ് കണ്ടുപിടിച്ച മനുഷ്യൻ. അദ്ദേഹത്തെ 62ാമത്തെ വയസ്സിലാണ് അദ്ദേഹം മരിക്കുന്നത്. അമേരിക്കക്കാരനാണ്. ആ മരണപ്പെടുന്നതിന് മുമ്പ് അദ്ദേഹത്തെ പലതവണ അമേരിക്കൻ ഭരണകൂടം വിചാരണ ചെയ്തിരുന്നു. ആറ്റം ബോംബിന്റെ സാങ്കേതിക വിദ്യ റഷ്യക്ക് ചോർത്തിക്കൊടുത്തു എന്നാണ് അദ്ദേഹത്തിനെതിരെയുള്ള ആരോപണം. അത് ശരിയല്ല എന്ന് തെളിഞ്ഞു. അദ്ദേഹത്തെ തൂക്കിക്കൊല്ലാനൊന്നും കഴിഞ്ഞില്ല. അതിനു മുമ്പ് അദ്ദേഹം ക്യാൻസർ ബാധിതനായി മരിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ ഈ ആറ്റം ബോംബ് നിർമ്മിച്ച് കിട്ടുന്ന യുദ്ധം നടക്കുന്ന സമയത്ത് ലെസി ഗ്രോവ്സ് എന്ന് പറയുന്ന ആളാണ് അമേരിക്കൻ സർവ്വസൈന്യാധിപൻ. ലെസി ഗ്രോവ്സിന്റെ ഒരു പ്രാർത്ഥനയുണ്ട്, നമ്മളെയൊക്കെ ഞെടുക്കുന്ന പ്രാർത്ഥനയാണ്. അദ്ദേഹം എല്ലാ ദിവസവും, ആറ്റം ബോംബ് നിർമ്മിച്ച് കിട്ടിയില്ല, യുദ്ധം നടക്കുകയാണ്. അദ്ദേഹം എല്ലാ ദിവസവും യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് രാവിലെ ചെന്ന് പ്രാർത്ഥിക്കുന്നത് ആറ്റം ബോംബിന്റെ നിർമ്മാണം തീരുന്നതിന് മുമ്പ് യുദ്ധം തീരരുതേ എന്നാണ്. എന്ന് പറഞ്ഞാൽ കുറച്ച് ആളുകളുടെ കൊല്ലാനുള്ള അവസരം കിട്ടണമെന്ന് പ്രാർത്ഥിച്ച ഒരുപക്ഷെ ലോകത്തിലെ ആദ്യത്തെ ആള് ലെസി ഗ്രോവ്സ് എന്ന് പറയുന്ന സർവ്വസൈന്യാധിപനെ. ബഹുമാനപ്പെട്ട ജോസഫ് സാർ വേദിയിലേക്ക് വരുന്നതുകൊണ്ട് ഞാൻ 1 മിനിറ്റ് പ്രസംഗം നിർത്തും. ഒരുപക്ഷെ ഞാൻ ഓപ്പൺഹൈമറെ കുറിച്ച് പറഞ്ഞപ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് മറ്റൊരു പേര് വന്നിട്ടുണ്ടാവും. ദേവന്മാരുടെ ലോകത്ത് നിന്ന് അഗ്നി മോഷ്ടിച്ച് മനുഷ്യർക്ക് കൊടുത്തതിൻ്റെ പേരിൽ ശിക്ഷിക്കപ്പെട്ട പ്രൊമിത്യൂസ് ഒരു ഞൊടിയുടെ നിങ്ങളുടെ ആരുടെയെങ്കിലും മനസ്സിലൂടെ വന്നു പോയിട്ടുണ്ടാവും. ഇവിടെ ഞാൻ 2 പ്രാർത്ഥനകളെ കുറിച്ച് പറഞ്ഞു. അപ്പോഴാണ് ജോസഫ് സാർ വന്നത്. ഇനി 2ാമത്തെ പ്രാർത്ഥന കൂടി പറയാം. 2ാമത്തെ പ്രാർത്ഥന എറണാകുളംകാരി ഒരു സ്ത്രീയുടേതാണ്. ഞാൻ ഈ പറഞ്ഞ ആദ്യത്തെ പ്രാർത്ഥന പോലെ അത്ര ഗൗരവമുള്ള ഒരു പ്രാർത്ഥനയല്ലത്. പക്ഷെ നമ്മളെ ചിന്തിപ്പിക്കുകയും നമ്മളെ ഒരു വല്ലാതെ രസത്തിലേക്ക് എത്തിക്കുകയും ചെയ്തൊരു പ്രാർത്ഥനയാണ്. മലയാളത്തിലെ ഇക്കാലത്തെയും ഏറ്റവും സുന്ദരമായ നോവലുകൾ, എൻ്റെ അഭിപ്രായമാണ്, വിയോജിപ്പുള്ളവർക്ക് രേഖപ്പെടുത്താം. OV വിജയന്റെ ഖസാക്കിന്റെ ഇതിഹാസം മാതൃഭൂമി ആഴ്ചത്തിൽ ഖണ്ഡശയായി വന്നുകൊണ്ടിരിക്കുമ്പോൾ എറണാകുളത്തെ KJ നളിനി എന്ന സുന്ദരിയായ സ്ത്രീ ഗർഭിണിയാണ്. അവർ എപ്പോൾ വേണമെങ്കിലും പ്രസവിക്കാം. ഹോസ്പിറ്റലിൽ പോയി ചെക്കപ്പ് ഒക്കെ കഴിഞ്ഞ് വന്നിട്ട് ഒരാഴ്ചത്തെ മാതൃഭൂമിയിലെ ഖസാക്കിന്റെ ഇതിഹാസം വായിച്ചിട്ട് അവർ പ്രാർത്ഥിച്ചത്, അടുത്തയാഴ്ച ഖസാക്കിന്റെ ഇതിഹാസം മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് വരുന്നോടം വരെ എൻ്റെ പ്രസവം നീട്ടിവെക്കണേ ദൈവമേ എന്നാണ്. അപ്പോൾ അങ്ങനെ ചില പ്രാർത്ഥനയിലേക്ക് പോലും മനുഷ്യനെ എത്തിക്കുന്ന തരത്തിലേക്ക് സാഹിത്യത്തിനും കലയ്ക്കും മാറാൻ കഴിയുമെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സുകുമാർ അഴീക്കോട് ഒരിക്കൽ പ്രസംഗിച്ചപ്പോൾ ഞാൻ കേട്ടത്, ഞാൻ ആദ്യമായി 6 വയസ്സുള്ളപ്പോൾ സമയത്താണ് ഞാൻ സുകുമാർ അഴീക്കോടിനെ കേൾക്കുന്നത്. ഞങ്ങളുടെ നാട്, എൻ്റെ നാടിൻ്റെ പേര് അണക്കര എന്നാണ്. ഞാൻ അന്ന് അദ്ദേഹം വന്ന് പ്രസംഗിക്കുമ്പോൾ അന്ന് പറഞ്ഞ പല കാര്യങ്ങളും എനിക്ക് മനസ്സിലായില്ല. അന്ന് അദ്ദേഹം അണക്കരയിൽ വന്ന് പ്രസംഗം നിർത്തി പോകാൻ നേരത്ത് അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു, നിങ്ങളെല്ലാം ഹൈ റേഞ്ചിൽ താമസിക്കുന്നവരാ, ഒരിക്കലും ലോ റേഞ്ചിലേക്ക് പോകരുതെന്ന്. ഞാൻ വിചാരിച്ചത് തൊടുപുഴയിൽ അങ്ങനെ വന്ന് താമസിക്കരുതെന്നാണ്, അല്ലെങ്കിൽ മുണ്ടക്കേതിന് പോകരുതെന്നാണെന്ന് അദ്ദേഹം പറഞ്ഞതെന്നാണ്. ആ വാക്കുകൾ അദ്ദേഹം അമ്മാനമാടി നോക്കിയേ. ഹൈ റേഞ്ച്, ഉയർന്ന പ്രദേശം, ഒരിക്കലും ലോ ആവരുത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം തന്നെയാണ് ഒരിക്കൽ പറഞ്ഞത്, സംസ്കാരം ഇപ്പം ശവത്തിനൊപ്പമുള്ളൂ, ബാക്കിയൊന്നുമില്ല എന്ന്. ഞാൻ പറയാൻ വന്ന മറ്റൊരു കാര്യം, അദ്ദേഹം ഒരിക്കലും ഒരു പ്രസംഗമധ്യേ പറഞ്ഞത് ബാലാമണിയമ്മ, മലയാളത്തിന്റെ എക്കാലത്തെയും ഏറ്റവും പ്രഗത്ഭയായ കവയിത്രി ബാലാമണിയമ്മയുടെ ഒരു കവിതയിൽ അദ്ദേഹം അവർ പറഞ്ഞ 2 വരി കവിത ഇപ്രകാരമാണ്. ഒരമ്മ, അവർ തന്നെ തൻ്റെ കുഞ്ഞിനെ മുലയൂട്ടുകയാണ്. മുലയൂട്ടുന്ന സമയത്ത് കണ്ണടച്ചിരുന്ന അമ്മ പ്രാർത്ഥിക്കുകയാണ്. ആ പ്രാർത്ഥന ഇപ്രകാരമാണ്: എൻ്റെ ശരീരത്തിലോ മനസ്സിലോ എവിടെയെങ്കിലുമുള്ള തിന്മയുടെ ഒരു തരി, ഒരു അല്പം പോലും അത് ഈ മുലപ്പാലിലൂടെ എൻ്റെ കുഞ്ഞിലേക്ക് എത്തരുതേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു കുഞ്ഞിനെ മുലയൂട്ടുന്ന ഒരമ്മ. അത് സംസ്കാരമാണ്. അത്തരത്തിലൊരു കുഞ്ഞ് വളർന്നു വരണമെന്നൊരമ്മ പ്രാർത്ഥിക്കുകയാണ്. ഒരമ്മ കുഞ്ഞിനെ മുലയൂട്ടുമ്പോൾ അങ്ങനെ പ്രാർത്ഥിച്ചു പോവുകയാണ്. അതാണ് ഏറ്റവും മഹത്തരമായ പ്രാർത്ഥനകളിലൊന്ന്. ഈ കഴിഞ്ഞ ദിവസം ഇപ്പം നമുക്കറിയാലോ, നമ്മുടെയൊക്കെ ജീവിതം ഇപ്പോൾ മനുഷ്യൻ വീട് തൊടുപുഴയിലും അങ്ങനെ തന്നെയാണ്. വീട് വെക്കുന്നതിന് മുമ്പ് ആദ്യം വെക്കുന്നത് മതിലാണ്. പവിത്രൻ തീക്കൂരിയുടെ ഒരു കവിതയിൽ, പ്രിയപ്പെട്ട ചങ്ങാതി, ഞാൻ ഒരിക്കലും നിന്റെ വീടിനെ കല്ലെറിഞ്ഞിട്ടില്ല, നിന്റെ ഭാര്യയെ കണ്ണിറുക്കി കാണിച്ചിട്ടില്ല, നിന്നോട് വാങ്ങിച്ച കാശ് ഞാൻ തരാതിരുന്നിട്ടില്ല, നിന്റെ വീട്ടിലേക്ക് ഞാൻ എൻ്റെ നായയെ തുറന്നു വിട്ടിട്ടില്ല. എന്നിട്ടും എന്തിനാണ് ചങ്ങാതി എന്റെയും നിന്റെയും ഈ വീടുകൾക്കിടയിൽ 10 അടി പൊക്കത്തിൽ ഒരു മതില് എന്ന് ചോദിച്ച പവിത്രൻ തീക്കൂരിയുടെ മതിൽ എന്നൊരു കവിതയുണ്ട്. അപ്പോൾ നമ്മൾ മതിലു കെട്ടുകയാണ്, മനസ്സിലും നമ്മുടെ ജീവിതത്തിലും എല്ലാം മതിൽ കെട്ടുകയാണ്. ജാതി തീർക്കുന്ന മതിലുകൾ, മതം തീർക്കുന്ന മതിലുകൾ, അതുപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടികൾ തീർക്കുന്ന മതിലുകൾക്കിടയിൽ ഈ മതിലുകളൊന്നും ഇല്ലാത്തൊരു ലോകത്തെ സൃഷ്ടിക്കാൻ കഴിയുന്നത് സാംസ്കാരിക പ്രവർത്തകർക്കും സാംസ്കാരിക സംഘടനകൾക്കും മാത്രമാണ്. സാംസ്കാരിക സംഘടനയ്ക്ക് കൊടിയില്ല. കൊടിയുണ്ടെങ്കിലും അതിലേതെങ്കിലും ഒരാളിന്റെ നിറമുണ്ടാവില്ല. സാംസ്കാരിക സംഘടനകൾ അവർക്ക് എല്ലാവർക്കും ഒരണിയിൽ ഒരു പൂന്തോട്ടത്തിലേക്ക് കയറി ചെല്ലുന്നത് പോലെ സർവ്വ മനുഷ്യർക്കും ഹൃദയത്തോട് ഹൃദയം ചേർത്ത് ചെന്ന് കയറാവുന്ന ഒരിടത്തിന്റെ പേരാണ് സാംസ്കാരിക പ്രവർത്തനം, സാംസ്കാരിക
സാംസ്കാരിക സംഘടനയെന്ന്. ശ്രീകണ്ഠൻ കാരിക്കകം എന്ന് പറയുന്ന ഒരു പ്രിയപ്പെട്ട യുവ സുഹൃത്ത് ചെറുകഥാകൃത്തിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ പെടുത്താം. അദ്ദേഹത്തിന്റെ വീടിന്റെ തെക്കേ ഭാഗത്ത് അദ്ദേഹം എവിടെ നിന്നോ വാങ്ങിയ ഒരു മാവ് കൊണ്ടുവച്ചു. തൊട്ടടുത്ത് മതിലാണ്. ആ മാവിന്റെ മുകളിലേക്ക്, ആ മതിലിന്റെ മുകളിലേക്ക് മാവ് വളർന്ന് 2-3 കമ്പ് അയൽവക്കംകാരുടെ വീട്ടിലേക്ക് ചെന്നു. അപ്പോൾ ശ്രീകണ്ഠൻ പറഞ്ഞു, ഞാനിത് വെട്ടിക്കളയാം. അയൽവക്കംകാർ പറഞ്ഞു, വെട്ടണ്ട, അവിടെ നിൽക്കട്ടെ. അതങ്ങനെ വളർന്നു, കുറേയും കൂടെ വളർന്നു. അവരുടെ ജനലിൽ മുട്ടി, അവരുടെ മുറ്റത്തിന്റെ തണലായി ആ മാവ് പൂത്തു. മാവ് പൂത്തപ്പോൾ ശ്രീകണ്ഠൻ പറഞ്ഞു, അപ്പുറത്തേക്കുള്ള മാങ്ങയെല്ലാം നിങ്ങൾക്കും ഇപ്പുറത്തേക്കുള്ള മാങ്ങയെല്ലാം എനിക്കും. അങ്ങനെ ഇരിക്കുകയാണ് അവർ ഒരു പ്ലാവും അടിച്ച് അപ്പുറത്തെ സൈഡിൽ വെക്കുന്നത്. ആ പ്ലാവും വളർന്നു. ഇപ്പുറത്തേക്ക് കുറേ കാലം കൊണ്ട് ആ പ്ലാവ് കായ്ച്ചു. ഇപ്പുറത്തേക്ക് ശ്രീകണ്ഠന്റെ മുറ്റത്തേക്ക് വളർന്ന ആ പ്ലാവിന്റെ കൊമ്പിലെ ചക്കയെല്ലാം ശ്രീകണ്ഠനും ശ്രീകണ്ഠന്റെ കുഞ്ഞുങ്ങളും കഴിച്ചു. ഇങ്ങനെ നമുക്ക് സംസ്കാര സമ്പന്നരാകാൻ കഴിയണ്ടേ? അങ്ങനെ കഴിയുമ്പോൾ മാത്രമാണ് നമ്മൾ നല്ല മനുഷ്യരായി തീരുന്നത്. നല്ല മനുഷ്യരെയാണ് കൂടുതൽ ഇന്നത്തെ ലോകത്തിന് ആവശ്യം. ആ നല്ല മനുഷ്യരെ സൃഷ്ടിക്കുന്ന ഫാക്ടറിയുടെ പേരാണ് സാംസ്കാരിക സംഘടന. അതിലെ തൊടുപുഴയിലെ, ഇടുക്കി ജില്ലയിലെ നല്ല മനുഷ്യരെ സൃഷ്ടിക്കുന്ന ഏറ്റവും വലിയ സ്ഥാപനത്തിന്റെ പേര് ഉപാസന എന്നുകൂടിയാണെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് നിർത്തുന്നു. നിങ്ങൾക്ക് എൻ്റെ നന്ദി, നമസ്കാരം.